നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ബ്രാഹ്മണൻ അദ്രികയെ മത്സ്യമായി തീരട്ടെ എന്ന് ശപിച്ചല്ലോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ ബ്രാഹ്മണനെ സ്തുതിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ അവളോട് പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, നിനക്ക് എങ്ങനെ ശാപമോക്ഷം കിട്ടുമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട്, നീ 2 മനുഷ്യ ശിശുക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ അവൾ നദീജലത്തിലൊരു മത്സ്യമായി പിറന്ന് 2 മനുഷ്യ ശിശുക്കളെ ജനിപ്പിച്ചിട്ട് മരിച്ച് ശാപവിമുക്തയായി തീർന്നു. എന്നിട്ട് ദിവ്യമായ രൂപം പ്രാപിക്കുകയും ദേവമാർഗത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ മത്സ്യഗന്ധി എന്നു പേരുള്ള സുന്ദരി ദാശൻ മകളായി സംരക്ഷിച്ച അവൾ ദാശഗ്രഹത്തിൽ തന്നെ വളർന്നു. അങ്ങനെ 2 മക്കളെ പ്രസവിച്ചതിൽ ആൺകുട്ടിയെ രാജാവ് എടുത്തു. ദാശൻ്റെ മകളായി തന്നെ ആ പെൺകുട്ടി ദാശഗ്രഹത്തിൽ വളർന്നു. അങ്ങനെ മത്സ്യഗന്ധി എന്ന ആ കുമാരിക്ക് കൗമാരം വന്നു ചേർന്നു. ദാശനെ പരിചരിച്ചുകൊണ്ട് ദാശഗ്രഹത്തിൽ തന്നെ അവളിപ്പോൾ ജീവിക്കുകയാണ്. ഇനി 2ാമത്തെ അധ്യായത്തിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. അഥ ദ്വിതീയോധ്യായഃ വ്യാസജനനം. വ്യാസൻ്റെ ജനനമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി പ്രതിപാദിക്കുന്നത്. സൂത ഉവാച. ശ്ലോകം 1. ഏകദാ തീർത്ഥയാത്രായാം വ്രജൻ പരാശരോ മുനിഃ ആജഗാമ മഹാതേജ കാളിന്ദ്യാസ്തടമുത്തമം. അർത്ഥം: ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയ്ക്ക് മഹാതേജസ്വിയായ പരാശരമുനി ഉത്തമമായ കാളിന്തി തീരത്ത് വന്നു ചേർന്നു. ശ്ലോകം 2. നിഷാദമാഹധർമ്മൽപാ കുർവന്തം ഭോജനം തഥാ പ്രാപയസ്വ പരം പാരം കാളിന്ദ്യ ഉടുവേ നമാം. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിഷാദനോട് ധർമാത്മാവായ അദ്ദേഹം പറഞ്ഞു, തോണിയിൽ എന്നെ കാളിന്ദിയുടെ മറുകരയ്ക്ക് കൊണ്ടുവിടൂ. ശ്ലോകം 3. ദാശ ശ്രുത്വാ മുനേർവാക്യം കുർവാണോ ഭോജനം തടേ ഉവാച താം സുതാം ബാലാം മത്സ്യഗന്ധാം മനോരമാം. നദീതളത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ദാശൻ മുനി പറഞ്ഞത് കേട്ട മകളും ബാലികയും സുന്ദരിയുമായ മത്സ്യഗന്ധിയോട് പറഞ്ഞു. ശ്ലോകം 4. ഉടുവേന മുനിം ബാലേ പരം പാരം നയസ്വഹ ഗന്ധുകാമോസ്തി ധർമാത്മാ താപസോയം ശുചിസ്മിതേ. മകളെ, മുനിയെ നദിയുടെ മറുകരയ്ക്ക് കൊണ്ടുപോകൂ. ധർമാത്മാവും താപസനുമായ ഇദ്ദേഹം മറുകര പോകാൻ ആഗ്രഹിക്കുന്നു. ശ്ലോകം 5. ഇത്യുക്ത്വാ സാ തദാ പിത്ര മത്സ്യഗന്ധാധവാസവി ഉടുപേ മുനിമാസീനാം സംവാഹയതി ഭാമിനി. പിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വസുപുത്രിയും സുന്ദരാംഗിയുമായ ആ മത്സ്യഗന്ധ വഞ്ചിയിലിരുന്ന മുനിയെ മറുകരയ്ക്ക് തുഴഞ്ഞു കൊണ്ടുപോയി. ശ്ലോകം 6. വ്രജൻ സൂര്യസുതാതോയേ ഭവിത്വാദ്യൈവയോ ഗതഃ കാമാർത്തസ്തു മുനിർജാതോ ദൃഷ്ട്വാതാം ചാരുലോചനാം. കാളിന്തി ജലത്തിലൂടെ മറുകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കെ അവശ്യഭാവിയായ ദൈവനിശ്ചയത്താൽ ആ ചാരുലോചനയെ കണ്ട് മുനി കാമാർത്തനായി തീർന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.